നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരിട്ട് മുട്ടാനുള്ള ധൈര്യമില്ല. അതിനു പകരം അവര് ചെയ്യുന്ന പണിയാ ഈ പരദൂഷണം പറച്ചില്. നാട്ടുകാര് പറയുന്ന പരദൂഷണം വിശ്വസിച്ച് നല്ലൊരു കുടുംബത്തിലെ പയ്യന്റെ ഭാവി തുലയ്ക്കാൻ ഇറങ്ങിത്തിരിച്ച മാധവൻ സാറിനെ കുറിച്ച് എന്താ പറയേണ്ടത്? അച്ഛൻ അങ്ങനെ ഒന്നും കാണാതെ കേസ് എടുക്കില്ല. ഇപ്പോഴും അയാൾക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലല്ലേ? നിങ്ങൾക്കൊക്കെ അയാളോടുള്ള ആരാധന മൂത്ത് അന്ധരായിരിക്കുക. ഇല്ലെങ്കിൽ ഇത്രയും വലിയ തെറ്റ് കാണാതിരിക്കോ? ഫ്രാൻസിസ് സാറ് പറയുന്നതിലും കാര്യമില്ല മോളെ. നമ്മൾ സഞ്ജയനെ ഇത്രയും കാലം കുറ്റപ്പെടുത്തിയത് വെറുതെ ആയില്ലേ? ഹരിത തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും മാധവൻ സാറിന് അവന്റെ വിഷയത്തിൽ തെറ്റുപറ്റിയില്ലേ? ഇപ്പൊ അങ്ങനെ തന്നെയാ തോന്നുന്നത്. പക്ഷേ എനിക്കിപ്പോഴും ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? ഹരിത എന്തിനാ ഇപ്പൊ വരാൻ തീരുമാനിച്ചത്? കുറ്റബോധം താങ്ങാൻ പറ്റാതെ വന്നതായിക്കൂടെ? ആകാം. പക്ഷേ അതിനവളെ തിരഞ്ഞെടുത്ത സമയം പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ സഞ്ജയുമായുള്ള വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞതിന് ശേഷം. സഞ്ജയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഹരിത വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ അവനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോ എവിടെയോ ഒരു പന്തികേട് തോന്നി. ഒരാണിനെ കാശിനു വേണ്ടി പീഡന കേസിൽ പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഒരു പെൺകുട്ടി വന്ന് ഏറ്റു പറയണമെങ്കിൽ അതിന് കാരണം കുറ്റബോധം മാത്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കെന്തോ ഫ്രാൻസിസ് സാറ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു.